കൊല്ലം തെന്മല അഭയകേന്ദ്രത്തിൽ അന്തേവാസികൾക്ക് ക്രൂരമായ പീഡനം നേരിട്ടെന്ന പരാതിയിൽ സ്ഥാപനത്തിനെതിരെ ഉയരുന്നത് ഗുരുതര ആരോപണങ്ങൾ. അന്തേവാസികളിൽ നിന്ന് പണം ഈടാക്കിയ ശേഷം മതിയായ ചികിത്സയോ സൗകര്യങ്ങളോ ഒരുക്കിയില്ലെന്ന് പരാതി. വയോജനങ്ങൾ കഴിഞ്ഞിരുന്ന വൃത്തിഹീനമായ സാഹചര്യത്തിൽ വിശദമായ അന്വേഷിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്ന് വയോജന കമ്മീഷൻ അറിയിച്ചു. ഒൻപത് പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടെ 12 അന്തേവാസികൾ. 7 പേരോളം ഒരുമിച്ച് കഴിഞ്ഞിരുന്നത് ഒരു ചെറിയ മുറിയിൽ. പ്രഭാതകൃത്യങ്ങൾ പോലും ചെയ്യാൻ പ്രയാസപ്പെടുന്ന വയോജനങ്ങൾ കഴിഞ്ഞിരുന്നത് വൃത്തിഹീനവും ദുർഗന്ധം വമിക്കുന്നതുമായ സാഹചര്യത്തിൽ. സ്ഥാപനത്തിന്റെ ഉടമയായിരുന്ന സ്ത്രീ ഇക്കഴിഞ്ഞ ഏപ്രിൽ 25-ന് മരിച്ചതിന് പിന്നാലെയാണ് ഭർത്താവ് ബ്രഹ്മദാസ് മേൽനോട്ടം ഏറ്റെടുത്തത്. അന്തേവാസികളിൽ നിന്ന് ഈടാക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ. അതിനൊത്ത ചികിത്സയോ സൗകര്യങ്ങളോ ഇല്ല. സ്ഥാപനത്തിൽ മുൻപ് മരിച്ചിട്ടുള്ള അന്തേവാസികളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കും. സ്ഥാപനത്തിന്റെ ഉടമയായിരുന്ന സ്ത്രീക്ക് ആദ്യ ഭർത്താവിലുണ്ടായ മകൾ ഈ സ്ഥാപനത്തിൽ തൂങ്ങി മരിക്കുന്ന സംഭവം നടന്നിട്ടും അധിക നാളായിട്ടില്ലെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും പറയുന്നു. ബ്രഹ്മദാസ് എന്ന് പറയുന്ന ആൾ ഇന്നലെ എപ്പോഴും പുറത്തു പോകുമ്പോൾ ഇത് പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത്. പൂട്ടി ഒരു 7-8 പട്ടികളെ ഇങ്ങനെ ഇതിന് ചുറ്റിനും നിയോഗിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ആശാവർക്കർക്കോ പ്രദേശവാസികൾക്കോ ഒന്നും ഇവിടെ കയറി വരാൻ യാതൊരു സൗകര്യവുമില്ല. സ്ഥാപനത്തിലെത്തി വയോജന കമ്മീഷൻ പരിശോധന നടത്തി. അംഗീകാരമില്ലാതെയാണ് സ്ഥാപനം ഇത്രയും വർഷം പ്രവർത്തിച്ചിരുന്നതെന്ന് വയോജന കമ്മീഷൻ. പരാതിക്കാരുടെയും പ്രതിയുടെയും അഭിപ്രായങ്ങൾ കേട്ടതിനു ശേഷം നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ റിപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് അവരുമായിട്ട് അന്വേഷിച്ചപ്പോൾ ഇത് അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ അറിയിച്ചു. മണ്ഡലത്തിൽ സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് പരിശോധിക്കാൻ പുനലൂർ MLA C. അജയപ്രസാദ് നിർദ്ദേശം നൽകി. അന്തേവാസികളെ ഇന്ന് തന്നെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റും. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.